can we use no matter in a sentence? പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നോ മാറ്റർ കൃത്യമായി ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. പ്രശ്നമല്ല എന്ന അർത്ഥത്തിലാണ് നോ മാറ്റർ ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നോ മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് പരിശോധിക്കാം. നോ മാറ്റർ വാട്ട് യുവർ ഏജ്, സ്റ്റഡിയിങ് ദിസ് കോഴ്സ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതായത് നോ മാറ്റർ വാട്ട് യുവർ ഏജ്, നിങ്ങളുടെ പ്രായം എന്ത് തന്നെയായാലും, സ്റ്റഡിയിങ് ദിസ് കോഴ്സ് ഈസ് നോട്ട് എ പ്രോബ്ലം, ഈ കോഴ്സ് പഠിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നോ മാറ്റർ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. നോ മാറ്ററിന് ശേഷം ഉപയോഗിക്കുന്നത് WH ക്വസ്റ്റ്യനുകളാണ്. WH ക്വസ്റ്റ്യനുകൾ എന്ന് പറയുമ്പോൾ നോ മാറ്റർ വാട്ട്, നോ മാറ്റർ വെയർ, നോ മാറ്റർ വിച്ച് എന്നീ വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. നോ മാറ്റർ ഹൗ റിച്ച് ഹീ ഈസ്, ഹീ നെവർ ലാൻഡ്സ് മണി ടു എനിവൺ. ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന കൺജങ്ഷനുകളായിട്ടാണ് നോ മാറ്റർ പ്രവർത്തിക്കുന്നത്. കൺജങ്ഷൻ എന്താണ് എന്ന് നമുക്കറിയാം. രണ്ട് വാക്കുകൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് വാക്യങ്ങൾ തമ്മിലോ ബന്ധിപ്പിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ. ടു ആൻഡ് ടു മേക്ക് ഫോർ. ഇവിടെ ടു എന്ന രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് ആൻഡ് എന്ന കൺജങ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിലാണ് കൺജങ്ഷൻ ഒരു സെൻറ്റൻസിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ നോ മാറ്റർ പ്രവർത്തിക്കുന്നത് വെറും കൺജങ്ഷനായിട്ടല്ല, സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? ഹി ഡിഡ് നോട്ട് അറ്റൻഡ് ബിക്കോസ് ഹി വാസ് ഇൽ. അതായത് അസുഖമായതുകൊണ്ട് അദ്ദേഹം ഹാജരായില്ല എന്ന അർത്ഥമാണ് അതിന് കിട്ടുന്നത്. ഹി ഡിഡ് നോട്ട് അറ്റൻഡ് എന്ന് വച്ചാൽ അദ്ദേഹം ഹാജരായില്ല എന്ന് മാത്രമേ ആകുന്നുള്ളൂ. അതുപോലെ തന്നെ ഹി വാസ് ഇൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അസുഖമായിരുന്നു എന്ന് മാത്രമേ ആകുന്നുള്ളൂ. അതായത് ഈ രണ്ടു വാചകങ്ങളും മാറി നിൽക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥം നമുക്ക് ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ പൂർണ്ണമായ അർത്ഥങ്ങളില്ലാത്ത വാചകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകളാണ്. അതായത് ഇവിടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ബിക്കോസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ അപൂർണമായ വാക്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് നോ മാറ്റർ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നോ മാറ്റർ പ്ലസ് WH ക്വസ്റ്റിന് ശേഷം വരേണ്ടത് എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. അതായത് ഈ സെൻറ്റൻസിൽ നോ മാറ്റർ ഹൗ റിച്ച് ഹീ ഈസ് എന്ന് പറയുന്ന ഭാഗം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എന്നാൽ അതിന് ശേഷം വരുന്ന ഭാഗം അത് പാസ്റ്റ് ടെൻസിലോ പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ആദ്യ ഭാഗം അതായത് നോ മാറ്ററിനോടൊപ്പമുള്ള ഭാഗം എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആയിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണങ്ങളിലൂടെ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാം. നോ മാറ്റർ വാട്ട്, നോ മാറ്റർ വാട്ട് യു സേ ഐ ലൈക്ക് ടു ലിസൺ. അതായത് നോ മാറ്റർ വാട്ട് യു സേ, നിങ്ങൾ എന്തു പറഞ്ഞാലും, ഐ ലൈക്ക് ടു ലിസൺ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് എന്നാണ്. ഡോണ്ട് ട്രസ്റ്റ് ഹിം നോ മാറ്റർ വാട്ട് ഹി സേസ്. അതായത് അവൻ എന്തു പറഞ്ഞാലും അവനെ വിശ്വസിക്കരുത് എന്നാണ്. ഡോണ്ട് ട്രസ്റ്റ് ഹിം നോ മാറ്റർ വാട്ട് ഹി സേസ്. യു ഹാവ് ടു ഗോ ദെയർ നോ മാറ്റർ വാട്ട്. അതായത് എന്തു തന്നെ ആയാലും നിങ്ങൾ അവിടെ പോകേണ്ടി വരും എന്നാണ്. യു ഹാവ് ടു ഗോ ദെയർ നോ മാറ്റർ വാട്ട്. സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ നമുക്ക് നോ മാറ്റർ ഉപയോഗിക്കാം. നെക്സ്റ്റ്, നോ മാറ്റർ വാട്ട് യു ബിലീവ് യു ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ്. അതായത് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു എന്നത് പ്രശ്നമല്ല. നോ മാറ്റർ വാട്ട് യു ബിലീവ് യു ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ്, നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോ മാറ്റർ ഹൂ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും സെൻറ്റൻസുകൾ പരിശോധിക്കാം. നോ മാറ്റർ ഹൂ യു ആർ, യു നീഡ് ടു മീറ്റ് അവർ മാനേജർ. നിങ്ങൾ ആരാണെന്നത് പ്രശ്നമല്ല. നോ മാറ്റർ ഹൂ യു ആർ, നിങ്ങൾ ഞങ്ങളുടെ മാനേജരെ കാണേണ്ടതുണ്ട്. യു നീഡ് ടു മീറ്റ് അവർ മാനേജർ. ആരാണെന്നത് പ്രശ്നമല്ല, അതായത് ഇറ്റ് ഡസിൻ മാറ്റർ ഹൂ എന്ന രീതിയിലാണ് നോ മാറ്റർ ഹൂ ഉപയോഗിക്കുന്നത്. നോ മാറ്റർ ഹൂ കംസ് നെവർ ഓപ്പൺ ദ ഡോർ. അതായത് ആര് വന്നാലും പ്രശ്നമല്ല, ഒരിക്കലും വാതിൽ തുറക്കരുത് എന്നാണ്. നോ മാറ്റർ ഹൂ കോൾസ് ടെൽ ദം ഐ ആം ഔട്ട്. ആര് വിളിച്ചാലും പ്രശ്നമല്ല, ഞാൻ പുറത്താണെന്ന് അവരോട് പറയുക എന്നാണ്. നോ മാറ്റർ ഹൂ കോൾസ് ടെൽ ദം ഐ ആം ഔട്ട്. ഇനി നോ മാറ്റർ വെൻ എന്നതിൻ്റെ ഉപയോഗം. നോ മാറ്റർ വെൻ യു അറൈവ് കോൾ മീ ഐ വിൽ കം ദെയർ.
നിങ്ങൾ എപ്പോഴെത്തുന്നു എന്നത് പ്രശ്നമല്ല. നോ മാറ്റർ വെൻ യു അറൈവ്. കോൾ മീ, ഐ വിൽ കം ദെയർ. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ എത്തും എന്നാണ്. അടുത്തത് നോ മാറ്റർ വെയർ എങ്ങനെ ഉപയോഗിക്കാം. നോ മാറ്റർ വെയർ യു ആർ, ഐ വിൽ ഫൈൻഡ് യു. നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളെ കണ്ടെത്തും എന്നാണ്. നെക്സ്റ്റ് നോ മാറ്റർ വിച്ച്. നോ മാറ്റർ വിച്ച് ലാംഗ്വേജ് യു സ്പീക്ക്, യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് യുവർ മദർ ടങ്. അതായത് നിങ്ങൾ ഏത് ഭാഷ സംസാരിച്ചാലും അതൊരു പ്രശ്നമല്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷ മറക്കരുത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നോ മാറ്റർ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത്. നോ മാറ്റർ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാം. നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ടെൽ ഹിം സംതിങ്, ഇറ്റ് നെവർ സീംസ് ടു ഗോ ഇൻ. അതായത് നിങ്ങൾ അവനോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, എത്ര തവണ പറഞ്ഞാലും അവൻ്റെ തലയിലേക്ക് ഒന്നും കയറാൻ പോകുന്നില്ല എന്നാണ്. മറ്റൊന്നുകൂടി, യു ക്യാൻ ബി ഹാപ്പി നോ മാറ്റർ വാട്ട്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയും എന്നാണ്. യു ക്യാൻ ബി ഹാപ്പി നോ മാറ്റർ വാട്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നോ മാറ്റർ ഉപയോഗിക്കുന്നത്. ഉപയോഗം കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.